ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. എൻ്റെ പേര് സ്റ്റാനി സെബാസ്റ്റ്യൻ. ഞാനിന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് ഞാൻ എൻ്റെ ഈസി കാർട്ടിൽ നിന്ന് വാങ്ങിയ ഡ്രോണിൻ്റെ ഒരു അപ്ഡേറ്റ് ആണ്. അതിൻ്റെ ഒരു വീഡിയോ ആണ്. അതായത് ഞാൻ 4 ആഴ്ച മുന്നേ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. എൻ്റെ ഐസെറ്റ് മിനി എക്സ് ഡ്രോൺ ക്രാഷായെന്നും പറഞ്ഞ്. എന്നിട്ട് ഞാൻ അവരുടെ കമ്പനിയിലേക്ക് അത് കൊറിയർ ചെയ്ത് കൊടുത്തെന്നും പറഞ്ഞൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോൻ്റെ ഒരു കണ്ടിന്യൂഷനാണ്. കാരണം ഞാൻ അതിനോട് ഫോളോ അപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു അപ്ഡേറ്റ് കിട്ടിയിട്ട് നിങ്ങൾക്ക് വീഡിയോ പ്രസൻറ്റ് ചെയ്യാൻ ഓർത്തിരിക്കുകയായിരുന്നു. അപ്പോൾ ലാസ്റ്റ് വീഡിയോയിൽ ഞാൻ എൻ്റെ ഡ്രോൺ അയച്ചു കൊടുത്തു മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഡ്രോണും ഒരു ബാറ്ററിയും അയച്ചു കൊടുത്തതായിട്ടാണ് വീഡിയോയിൽ ഞാൻ പറഞ്ഞത്. അതിനുശേഷം ഞാൻ അവരോട് ഫോളോ അപ്പ് ചെയ്തപ്പോൾ അവർ പറഞ്ഞു, ബാറ്ററി കംപ്ലൈൻ്റ് ആണെങ്കിൽ ബാറ്ററി അയച്ചു തരണം, ബാറ്ററി ബൾജായിട്ടിരിക്കണമെങ്കിൽ ബാക്കിയുള്ള ബാറ്ററി കൂടി ബൾജായിട്ടിരിക്കണമെങ്കിൽ ബാറ്ററി അയച്ചു തരണം, ബാറ്ററിയുടെ കമ്പാർട്ട്മെൻറ്റ് അയച്ചു തരണം, അതുകൂടാതെ പിന്നെ റിമോട്ട് കൺട്രോൾ അയച്ചു തരണം. അവർക്ക് ഡ്രോൺ ടെസ്റ്റ് ചെയ്യാനായിട്ട്, അതായത് ശരിയാക്കിയതിന് ശേഷം പറപ്പിച്ച് നോക്കാനായിട്ട് എൻ്റെ റിമോട്ട് കൺട്രോൾ തന്നെ വേണം. അപ്പോൾ നമ്മുടെ ഡ്രോണിന് എന്താ പറയുന്നത്, സെയിം റിമോട്ട് കൺട്രോൾ തന്നെ വേണം. ഓരോ ഡ്രോണിനും ഓരോ റിമോട്ട് കൺട്രോളായിട്ടാണ് അവർ പെയർ ചെയ്തേക്കുന്നത്. അപ്പോൾ ആ സെയിം റിമോട്ട് തന്നെ വേണം അവർക്ക് പറപ്പിച്ച് നോക്കാനായിട്ട്. അങ്ങനെ ഞാൻ എൻ്റെ 2 ബാറ്ററിയും പിന്നെ ബാറ്ററി കമ്പാർട്ട്മെൻറ്റും പിന്നെ റിമോട്ട് കൺട്രോളും രണ്ടാമത് കൊറിയർ ചെയ്ത് കൊടുത്തു. ഇപ്പോൾ ഏകദേശം ഒരു 2 ആഴ്ചയായി അതൊക്കെ ചെയ്ത് കൊടുത്തിട്ട്. അതിന് ശേഷം കഴിഞ്ഞ ആഴ്ച ഞാൻ അപ്ഡേറ്റ് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, നിങ്ങളുടെ ഡ്രോണിൻ്റെ ചെക്കിങ് അവർ നടത്തി. അപ്പോൾ അതിൻ്റെ മദർ ബോർഡ് പോയിട്ടുണ്ട്, ഫ്രണ്ട് റൈറ്റ് ലെഗ് പോയിട്ടുണ്ട്, പിന്നെ ഫ്രണ്ട് ലെഫ്റ്റ് ലെഗ് പോയിട്ടുണ്ട്, പിന്നെ അതിൻ്റെ അടിയിലുള്ള ഷെല്ല് പോയിട്ടുണ്ട്, ബോട്ടം ഷെല്ല് പോയിട്ടുണ്ട്, പിന്നെ പ്രൊപ്പല്ലർ പോയിട്ടുണ്ട്, പിന്നെ സർവീസ് കോസ്റ്റ് എല്ലാം കൂടി അവരൊരു എസ്റ്റിമേറ്റ് തന്ന്. അതായത് 10,600 രൂപ, 10,600 റുപ്പീസ്. അപ്പം ഞാൻ പറഞ്ഞ് കുഴപ്പമില്ല, ഞാൻ പേയ്മെൻറ്റ് ചെയ്ത് തരാം പറഞ്ഞിട്ട് ഞാൻ റിപ്ലൈ ചെയ്ത് മെയിലിന്, നിങ്ങൾ ശരിയാക്കിക്കോ, ഞാൻ പേയ്മെൻറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ കഴിഞ്ഞ ദിവസം രണ്ടാമതൊരു മെയിൽ ചെയ്ത് ഞാൻ അപ്ഡേറ്റ് ചോദിച്ചിട്ടൊരു മെയിൽ അവർക്ക് അയച്ചപ്പോൾ അവർ തിരിച്ച് മെയിൽ എനിക്ക് റിപ്ലൈ ചെയ്ത് ഡ്രോൺ റിപ്പയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ പേയ്മെൻ്റായിട്ട് 10,700 രൂപ അയച്ചു തരണം, 10,700 റുപ്പീസ് അയച്ചു തരണം. പേയ്മെൻറ്റ് ചെയ്തിട്ട് നിങ്ങൾ സ്ക്രീൻഷോട്ട് അയച്ചു തരണം പേയ്മെൻറ്റിൻ്റെ. അതോടൊപ്പം തന്നെ നിങ്ങളുടെ അഡ്രസ്സും തരണം, ഏത് അഡ്രസ്സിലേക്കാണ് ഡ്രോൺ കൊറിയർ ചെയ്ത് തരേണ്ടതെന്നുള്ളത്. അപ്പോൾ ആ ഡീറ്റെയിൽസൊക്കെ ഞാൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് രാവിലെ ഞാൻ പേയ്മെൻറ്റ് ചെയ്തു. അപ്പോൾ 5-ാം തീയതി ഞാൻ 10,700 രൂപ അയച്ചു കൊടുത്തു ഈസി കാർഡ് ടീമിന്. അവർ പറഞ്ഞ അഡ്രസ്സിലേക്ക് അയച്ചു കൊടുത്തു, അക്കൗണ്ട് നമ്പറിലേക്ക് അയച്ചു കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ സ്ക്രീൻഷോട്ടും അയച്ചു കൊടുത്തു. എന്നിട്ടും അവർ എൻ്റെ ഡ്രോൺ അയച്ചു തന്നില്ല. പിന്നെ ഞാൻ മെയിൽ ഫോളോ അപ്പ് ചെയ്യുമായിരുന്നു. ഡെയിലി മെയിൽ ഞാൻ അയക്കും, പിന്നെ അവർ റിപ്ലൈ ചെയ്യും, 2 ദിവസത്തിനുള്ളിലും ഡ്രോൺ അയച്ചു തരാം. ലാസ്റ്റ് എനിക്ക് സഹിയായിട്ട് ഇന്നലെ ഞാൻ പിന്നെ മെയിൽ ചെയ്തപ്പോൾ അവർ റിപ്ലൈ ചെയ്തു, ഞങ്ങൾ കൊറിയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചു, കൊറിയറിനകത്ത് എന്തൊക്കെ നിങ്ങൾ തിരിച്ച് വിടുന്നുണ്ട്? എൻ്റെ ഡ്രോണും ബാറ്ററിയും റിമോട്ട് കൺട്രോളും എല്ലാം വിട്ടിട്ടുണ്ടാന്ന് ചോദിച്ചു. അപ്പോൾ അവർ റിമോട്ട് എന്തൊക്കെയുണ്ടെന്ന് അവർ ഇന്ന് കൺഫേം ചെയ്തിട്ട് പറയാമെന്ന് പറഞ്ഞു. അപ്പോൾ വളരെ നല്ലൊരു സർവീസാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ ആലോചിക്കണം, ഏപ്രിൽ 5-ാം തീയതി കംപ്ലൈൻ്റായിട്ട് സെൻഡ് ചെയ്ത് കൊടുത്ത ഡ്രോണാണ് ഇവർ പറയണത്. ഇത്രയും നാളായിട്ട് അവർ ശരിയാക്കിക്കൊണ്ടിരിക്കണതാണ്. ഇപ്പോൾ ഇന്നലെ അവർ ഡിസ്പാച്ച് ചെയ്തെന്നാണ് പറയുന്നത്. കൊറിയറിൻ്റെ എനിക്ക് ബ്ലൂ ഡാർട്ടിൻ്റെ ട്രാക്കിംഗ് നമ്പറൊക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ ട്രാക്കിംഗ് നമ്പർ എടുത്ത് നോക്കുമ്പോൾ സംഭവം അവിടെ നിന്ന് പിക്കപ്പ് ചെയ്തിട്ടുണ്ട്. ഇനി എപ്പോഴാണോ ഇവിടെ കൊച്ചിയിൽ എത്രയെന്ന് അറിയില്ല. അപ്പോൾ ഡ്രോൺ വന്നിട്ട് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.